ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു കുട്ടി ട്രാവൽ ബ്ലോഗാണ്. നമ്മളുള്ളത് കുട്ടിക്കാനത്താണ്. 6:30-ക്കൊക്കെ ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട്. നമ്മളപ്പം നേരെ പോകുന്നത് ഇവിടെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേ. ശരിക്കും ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ആയിരുന്നു ഇത്. കപ്പിൾസിനും ഫാമിലിക്കും ഒക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ ആണിത്. റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും കർട്ടൻ ആയിരുന്നെങ്കിലും എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം എടുത്തു പറയണം. ഒരു സ്റ്റെയിൻ പോലും എവിടെ ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പം റേറ്റ് ബിലോ 3000 ആയിരുന്നു. ആ ഒരു എമൗണ്ടിന് ശരിക്കും വർത്താണ്. റൂം വിത്ത് ബാൽക്കണിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ബാൽക്കണി വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അങ്ങനെ തണുപ്പ് ഉള്ള ഒരു ക്ലൈമറ്റൊന്നും ഇപ്പോൾ ഇല്ല. നമ്മളപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം നമുക്ക് പാഞ്ചാലിമേട് വ്യൂ പോയിൻ്റ് വരെ പോവാം. ഇവിടുന്ന് പാഞ്ചാലിമേട് വ്യൂ പോയിൻ്റ് 5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കാഴ്ച അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റൊക്കെ കാണാനെത്തി. പക്ഷേ പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറി മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങളാണെങ്കിൽ 3 പേരുണ്ട്. പക്ഷേ കയ്യിലാകെ ഒരു കുടയും. എല്ലാവരും കുറച്ചൊക്കെ നനഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇന്ന് നല്ല തണുപ്പുണ്ട് രാവിലെ. ശരിക്കും നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു ആൻറ്റിയും അങ്കിളുമാണ്. നല്ല കെയറിങ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 പേരാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പം നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. കുറച്ച് വണ്ടികൾ സൈഡ് ഒതുക്കിയിട്ടിട്ട് എന്തോ ഒരു സംഭവം സ്പോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും വണ്ടി സൈഡാക്കിയിട്ട് എന്താണെന്ന് നോക്കി. മലയണ്ണാനാണ്. നമ്മുടെ നാട്ടിലുള്ള അണ്ണാൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുണ്ട് സംഭവത്തിന്. അടുത്ത നമ്മുടെ സ്പോട്ട് വാഗമൺ പൈൻ ഫോറസ്റ്റ് ആണ്. ഇത്തവണ വന്നപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ മെയിൻ എൻട്രി കൂടെ അല്ല വന്നത്, ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ തീരെ ക്രൗഡില്ല. ഒരു 10 പേരിൽ താഴെ ഉണ്ടാവുള്ളൂ. ഇവിടെയും ടിക്കറ്റ് കൗണ്ടറും പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ വലിയൊരു പാർക്കിംഗ് ഫെസിലിറ്റി അല്ല, എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയ കടയുണ്ട്. സ്നാക്സും ജ്യൂസും ഒക്കെ കിട്ടും. അവിടെ വാഷ്റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള റോഡ് ഇപ്പം കുറച്ച് മോശമായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പൈൻ ഫോറസ്റ്റും തേയിലത്തോട്ടങ്ങളും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് മുട്ടം വഴിയാണ്. ഇവിടെയുള്ള ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. ഡാമിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അറിയാവുന്നവർ താഴെ കോമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.